Hi friends, first of all, എനിക്ക് നിങ്ങളോടാണ് നന്ദി പറയാനുള്ളത്. നമ്മൾ യൂട്യൂബ് 1K സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. അതിനൊരു ബിഗ് താങ്ക്സ്. എല്ലാവരുടെയും സപ്പോർട്ട് കാരണമാണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ എളുപ്പത്തിൽ ഒരു വാട്ടർ കളർ വെച്ച് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഈ പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് സിമ്പിളായിട്ട് ബിഗിനേഴ്സിനൊക്കെ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം, വീഡിയോയിലൂടെ കാണിച്ചു തരാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ വാട്ടർ കളറിന് ആവശ്യമായിട്ടുള്ള വെള്ളം നിറച്ച് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബ്രഷസ് ആണ്. ഞാനിവിടെ 0, 1, 9 അങ്ങനെ കുറച്ച് ബ്രഷസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന വാട്ടർ കളർ എന്ന് പറയുന്നത് ക്യാമലിൻ്റെ വാട്ടർ കളർ കേക്ക്സ് ഫോർ സ്റ്റുഡൻസ് ആണ്. 70 രൂപയോ മറ്റേ ഉള്ളൂ. പിന്നെ അത് 24 ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഷീറ്റ് എന്ന് പറയുന്നത് വാട്ടർ കളർ ഷീറ്റ് 300 GSത്തിൻ്റെ വാട്ടർ കളർ ഷീറ്റാണ്. A4 ഷീറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡ്രോയിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഔട്ട്ലൈനാണ്. വളരെ റഫായിട്ട് ലൈറ്റായിട്ട് ഔട്ട്ലൈൻ ഇട്ട് വയ്ക്കുക. ആദ്യം തന്നെ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഔട്ട്ലൈൻ ഇട്ട് വയ്ക്കുക. അത് കഴിഞ്ഞ് ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു വെറ്റ് ആൻഡ് വെറ്റ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ വാട്ടർ വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ചതിൻ്റെ പുറമേ കൂടെ ജസ്റ്റ് ഒന്ന് ഓടിക്കുവാണ്. വാട്ടർ കളറിന് വെറ്റ് ആൻഡ് വെറ്റ് ടെക്നിക്ക് ഭയങ്കര നല്ലൊരു ടെക്നിക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആകും. അപ്പം തന്നെ ഒരു പ്രത്യേക ഒരു എഫക്റ്റ് കിട്ടും നമുക്ക്. വെള്ളം എടുത്തിട്ട് ഡ്രോയിങ്ങിൻ്റെ നമ്മൾ വരച്ചിരിക്കുന്ന ഔട്ട്ലൈനിൻ്റെ പുറമേ കൂടെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് വിടുക. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റെഫറൻസ് പിക്ചറിൽ ഒരു ബ്ലൂ ഷെയ്ഡ് കൂടുതലായിട്ട് വരുന്ന ഒരു ബേർഡാണ്. അപ്പോൾ അതിൽ ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റ് ആൻഡ് വെറ്റ് ടെക്നിക്ക് വെച്ചിട്ട് പിന്നെ അതിന് ചുറ്റും കുറച്ച് ഫ്ലവേഴ്സും പിന്നെ അതിരിക്കുന്ന ഒരു കൊമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ ആദ്യം സിമ്പിളായിട്ട് ഉള്ള എവിടെയൊക്കെയാണ് ആ കളേഴ്സ് വരുന്നതെന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബ്രഷ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ നാരോ ആയിട്ടുള്ള ചെറിയൊരു ബ്രഷ്. നേരത്തെ ഞാൻ യൂസ് ചെയ്ത് കുറച്ചുകൂടെ വലിയ ബ്രഷ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു ബ്രഷ് യൂസ് ചെയ്യുവാണ്. 1 നമ്പറിലെ ബ്രഷാണ്. ആ ബ്രഷ് വെച്ചിട്ട് കുറച്ചുകൂടെ ഷാർപ്പായിട്ടുള്ള ഏരിയാസും മറ്റുമൊക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുവാണ്. ആദ്യം നമ്മൾ റഫായിട്ട് ഒരു ഫുൾ ഷെയ്ഡ് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പുറമേ കൂടെ ഡാർക്ക് ഷെയ്ഡ്സ് എവിടേക്കാണ് വരുന്നത്, ലൈറ്റ് ഷെയ്ഡ്സ് എവിടേക്കാണ് വരുന്നത്, ഓരോ ഷെയ്ഡും നല്ല രീതിയിൽ റെഫറൻസ് പിക്ചർ സൂം ചെയ്ത് നോക്കിയിട്ട് വളരെ സൂം ചെയ്തിട്ട് ഓരോ ഭാഗവും നോക്കി നമ്മൾ ഓരോ ഷെയ്ഡ്സ് വെച്ച് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഭയങ്കര നാരോ ആയിട്ടുള്ള പ്ലേസസിലൊക്കെ ഞാൻ 0 നമ്പർ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്ക് 0 നമ്പർ ബ്രഷ് വെച്ച് കൊടുക്കാം. എനിക്കതാണ് സ്യൂട്ടബിളായിട്ട് തോന്നുന്നത്. ബിഗിനേഴ്സും ചെയ്യുമ്പം 0 നമ്പർ ബ്രഷ് വെച്ചിട്ട് വേണം വളരെ നാരോ ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുക്കേണ്ടത്. പിന്നെ തുടക്കക്കാരൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ അക്രിലിക് പെയിൻറ്റിലോട്ടും ഓയിൽ പെയിൻറ്റിലോട്ടൊന്നും പോകാത്തതാണ് നല്ലത്. നല്ലൊരു പ്രാക്ടീസ് ബ്രഷ് പിടിക്കുന്നതിൻ്റെയൊക്കെ ഗ്രിപ്പൊക്കെ നല്ല രീതിയിൽ കിട്ടിയതിന് ശേഷം അങ്ങനെയുള്ള വലിയ വലിയ ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിലോട്ടൊക്കെ പോകുന്നതാണ് നല്ലത്. ഇത് നമുക്ക് വാട്ടർ കളർ വെച്ചിട്ട് തന്നെ അധികം ബഡ്ജറ്റൊന്നും ഇല്ലാതെ വാട്ടർ കളർ വെച്ച് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ യൂസ് ചെയ്ത ആ 10 ഷീറ്റ് കിട്ടും നമുക്ക്. A4ൻ്റെ 10 ഷീറ്റ് വാട്ടർ കളർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റിനകത്ത് കിട്ടും. അപ്പം അത് 175 രൂപയുള്ളൂ. പിന്നെ ഈ വാട്ടർ കളർ കേക്ക് ക്യാമലിൻ്റെ വാട്ടർ കളർ കേക്കിന് 70 രൂപയുള്ളൂ. ഭയങ്കര ചെറിയ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചർ വരുന്ന രീതിയിൽ തന്നെ നമുക്ക് ഡ്രോയിങ് ചെയ്യാൻ പറ്റും. ബേർഡ്സും ആനിമൽസും ഒക്കെ ആദ്യം വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ബേർഡ്സ്, ആനിമൽസ്, ഫ്രണ്ടിൽ കാണുന്ന ഒബ്ജക്ട്സ് അതൊക്കെ ആദ്യം വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അതിന് ശേഷം പോർട്രേറ്റ്സിലോട്ട് കിടക്കാം. പോർട്രേറ്റ്സിലും വാട്ടർ കളർ വെച്ച് നല്ല രീതിയിൽ തന്നെ പോർട്രേറ്റ്സ് ചെയ്യാൻ പറ്റും. അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡ് അടിച്ചതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടെ ജസ്റ്റ് ഈ കളറൊന്നും പറ്റാത്തൊരു ബ്രഷ് വെച്ചിട്ട് സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബ്ലെൻഡിങ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ കളറ് പറ്റാത്ത ബ്രഷ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ട്രോക്ക് ചെയ്ത് ഇപ്പോൾ കളർ അടിച്ചിരിക്കുന്ന പോർഷനിലൊന്ന് സ്ട്രോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു വൈറ്റ് പാച്ച് പോലെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അവിടെ ഈ ഹൈലൈറ്റിനൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ വീഡിയോസിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. വാട്ടർ കളർ എപ്പോഴും ലൈറ്റിൽ നിന്ന് ഡാർക്കിലോട്ട് വേണം പോകാൻ.
ഡാർക്ക് ഷെയ്ഡ്സിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ബിഗിനേഴ്സൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡാർക്ക് ഷെയ്ഡ് ആദ്യം തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടാവും, അയ്യോ തെറ്റിപ്പോയ അങ്ങനെയൊക്കെ. അപ്പം അതുണ്ടാവാതിരിക്കാനാണ് ലൈറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് ഷെയ്ഡ്സൊക്കെ മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും. ഡാർക്ക് ഷെയ്ഡ്സ് നമുക്ക് ശ്രദ്ധിച്ച് നോക്കി ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സ്മഡ്ജ് ചെയ്യുമ്പോഴേക്കും ഒരു ബ്ലർഡ് ആയിട്ടുള്ളൊരു ഇഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ലൈറ്റ് ഷെയ്ഡ് ബാക്കിൽ ഫുൾ അടിക്കുക. എന്ന് വെച്ചാൽ ആ ഏത് കളറാണ്, ഇപ്പോൾ ഇവിടെ ഒരു പിങ്ക് കളറാണ്, അപ്പോൾ പിങ്ക് കളറ് ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ളായിട്ട് ലൈറ്റായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഡാർക്കായിട്ടുള്ള ഏരിയാസ് നമ്മൾ കൊടുക്കുക. അത് അപ്പോൾ കറക്റ്റായ എഫക്റ്റ് കിട്ടും. ഇതൊരു നല്ലൊരു ഒബ്സർവേഷനും കുറച്ച് നല്ല രീതിയിൽ ടൈം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രോയിങ് ആണ്. അപ്പോൾ ഈ ഡ്രോയിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്